അപ്പോൾ ഈ സാമ്പിൾ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള ഒരു സിനിമ ടെലിഗ്രാം ബോട്ടിന് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഫിൽട്ടർ ബോട്ട് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ചാനൽ, ഗ്രൂപ്പുകൾ, പിന്നെ അതുപോലെ ബോട്ട്. നമ്മൾ സാധാ ബേസിക് ആയിട്ടുള്ള ടെലിഗ്രാം ബോട്ടിന് ആദ്യം ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ ആദ്യം ഉണ്ടാക്കിയിട്ട് വെക്കുക. ഞാനിവിടെ ഓൾറെഡി ഗ്രൂപ്പ്, ചാനലും ബോട്ടും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ലോഗ് ചാനലുണ്ട്, സപ്പോർട്ട് ഗ്രൂപ്പ്, മൂവി ഗ്രൂപ്പ്. ഇതാണ് നമ്മളെ മൂവി ഫിൽട്ടർ ചെയ്യാനുള്ള ഗ്രൂപ്പ്. ഇത് പിന്നെ ഒരു ഓത്ത് ചാനൽ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാനലാണ്. പിന്നെ ബോട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ഡിലീറ്റ് ഫയൽസ്, അതായത് നമുക്ക് എന്തെങ്കിലും ഫയൽസ് കോപ്പിറൈറ്റുള്ള ഫയലോ അല്ലെങ്കിൽ നമുക്ക് ബോട്ടിൻ്റെ ഡാറ്റാബേസിനും റിമൂവ് ചെയ്യേണ്ട ഫയലുകളൊക്കെ ഈ ഡിലീറ്റ് ഫയൽ എന്ന ചാനലിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോട്ട് അതിൻ്റെ ഡാറ്റാബേസിൽ നിന്ന് ആ ഫയൽ റിമൂവ് ചെയ്യും. പിന്നെ അതുപോലെ ഡാറ്റാബേസ് അല്ല, ഇത് അറൗണ്ട് ഒരു കുറച്ച് മൂവീസുള്ളൊരു ചാനലാണ്. അറൗണ്ട് ഒരു 60,000 മൂവീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യം ഈ ചാനലും ഗ്രൂപ്പൊക്കെ ആദ്യം ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എല്ലാ ചാനലിൻ്റെ ഐഡിയും, പിന്നെ അതുപോലെ ഗ്രൂപ്പിൻ്റെ ID, പിന്നെ അതുപോലെ ബോട്ടിൻ്റെ ടോക്കൺ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാനിവിടെ ഒരു സേവ് ആക്കി വെച്ചിട്ടുണ്ട്. ലോഗ് ചാനലിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇതിൻ്റെ ഗിറ്റ്ഹബ് റിപ്പോസിറ്ററിയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അവിടെ ഓട്ടോ ഫിൽട്ടർ ബോട്ട് അതുകൊണ്ട് VJ ബോട്ട്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടുന്ന ഗിറ്റ്ഹബിൻ്റെ അക്കൗണ്ട്, അതിൽ റിപ്പോസിറ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റത്തെ രണ്ടാമത്തെ VJ ഫിൽട്ടർ ബോട്ട്. അപ്പോൾ ഈ റിപ്പോസിറ്ററിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യാം, അത് ഫോർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം അതിന് വേണം, നമ്മൾക്കൊരു ഗിറ്റ്ഹബ് അക്കൗണ്ട് വേണം. എന്നിട്ട് നമ്മൾ 4K ചെയ്ത് കഴിഞ്ഞാലുള്ളൂ നമുക്ക് നമ്മളെ കസ്റ്റമൈസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം അത് 4K ചെയ്യാം. 4K ചെയ്ത് വന്നിട്ട് ഈ ഗിറ്റ്ഹബ് അക്കൗണ്ടിലുള്ള ഇൻഫോ എന്ന് പറയുന്ന ഫയലാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് എന്തെല്ലാം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതെന്ന്. അപ്പോൾ ഇതിവിടെ API ID, API ഹാഷ്, പിന്നെ ബോട്ട് ടോക്കണ്, പിന്നെ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കുന്ന സമയത്ത് വരുന്ന ഇമേജ് ഏതാണോ വേണ്ടത് നമുക്കതിനനുസരിച്ച് നമുക്കിവിടെ കൊടുക്കാം. പിന്നെ അതുപോലെ അഡ്മിൻസ്, ഓത്ത് യൂസേഴ്സ് പറഞ്ഞാൽ അഡ്മിൻ്റെ സെയിം പ്രിവിലേജസ് ഉള്ള യൂസേഴ്സാണ്. പിന്നെ ലോഗ് ചാനൽ പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് റൺ ആവുന്നതും ബോട്ട് ഡെഡ് ആവണതും ബോട്ട് ആഡ് ആവണതും ബോട്ടിൻ്റെ ഫയൽ ഇല്ലെങ്കിലൊക്കെ അത് ആ ലോഗ് ചാനലിലേക്ക് ബോട്ടിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. പിന്നെ ചാനൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നമുക്ക് ആ ചാനലിലേക്ക് ഇടുന്ന ഫയൽസ് ബോട്ടിൻ്റെ ഡാറ്റാബേസിലേക്ക് ഓട്ടോമാറ്റിക് സേവ് ആവും. പിന്നെ ഓത്ത് ചാനൽ പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ചാനലാണ്. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് എ സബ്സ്ക്രൈബ് ചാനൽ, ഓൾസോ ഓണസ് ഓത്ത് ചാനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഫയൽ സ്റ്റോർ ചാനലുണ്ട്. പിന്നെ ഡാറ്റാബേസ് URI, ഇവിടെ നമുക്ക് ഡാറ്റാബേസ് URI MongoDB വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാനുണ്ട്. പിന്നെ അതുപോലെ ബാക്കിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ അതുപോലെ ഗ്രൂപ്പ് ലിങ്ക്, ഇവിടെ നമ്മൾ മൂവി ഗ്രൂപ്പ്, ഇവിടെ സബ്സ്ക്രൈബ് ഉള്ള ചാനലോ അല്ലെങ്കിൽ സപ്പോർട്ട് ചാറ്റോ എന്തുകൊണ്ട് കൊടുക്കാം. പിന്നെ ഇവിടെ ഓണർ അത് നമ്മളെ ID, അപ്പോൾ അതൊക്കെ കൊടുക്കാം. പിന്നെ ഇതൊക്കെ ട്രൂ ഓർ ഫോൾസ് വെച്ചിട്ട്, അതായത് AI സ്പെൽ ചെക്ക് ചെയ്യണോ, PM സെർച്ച്, അതായത് നമ്മളെ PML, അതായത് ബോട്ടിൻ്റെ PML മൂവി സെർച്ച് ചെയ്താൽ കിട്ടണോ അതൊക്കെ. പിന്നെ ബട്ടൺ മോഡ് വേണോ അതോ ലിങ്ക് ബട്ടൺ മോഡാണോ അങ്ങനെ നോക്കിയിട്ട് ഇതൊക്കെ ഇങ്ങനെ ഓട്ടോ ഫിൽറ്റർ വേണോ, ഓട്ടോ ഡിലീറ്റ് ചെയ്യണോ, അതായത് സിനിമ മൂവി ഗ്രൂപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആവുക, അങ്ങനെ ഓട്ടോ ഡിലീറ്റ്. പിന്നെ IMDbൻ്റെ ഡിസ്ക്രിപ്ഷൻ, മൂവി റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത്, മൂവി പോട്ട് സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് IMDbൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത്, നമുക്ക് API ID വേണം, API ഹാഷ് വേണം, ബോട്ട് ടോക്കൺ വേണം. ബോട്ട് ടോക്കൺ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ബോട്ട് ടോക്കൺ ഇവിടെ പബ്ലിക്കായിട്ട് കൊടുക്കുന്നില്ല. ഓക്കെ,
നമ്മൾ ആദ്യം API ഐഡിയും API ഹാഷും ഉണ്ടാക്കണം. അതിനായിട്ട് പുതിയ ടാബ് ഓപ്പൺ ചെയ്യാം. telegram.org അതിൽ API കൊടുക്കുക. ക്രിയേറ്റ് ആൻ ആപ്ലിക്കേഷൻ. അപ്പോൾ my.telegram കൊടുക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, അവിടെ നമ്മളെ കൺട്രി കോഡ് വെച്ചിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക. കൺഫർമേഷൻ കോഡ് നമ്മളെ ടെലിഗ്രാമിലേക്ക് പോയിട്ടുണ്ടാവും. നമുക്ക് ടെലിഗ്രാം ഓപ്പൺ ചെയ്യാം. അപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ഇതാണ്. ജസ്റ്റ് ടാപ്പ് ചെയ്യുക, കൊണ്ടുവരിക, പേസ്റ്റ് ചെയ്യുക, സൈൻ ചെയ്യുക. എന്നിട്ട് API ഡെവലപ്മെൻറ്റ് ടൂൾസ് എടുക്കുക. API ടൈറ്റിൽ നമുക്കൊരു ഫിൽട്ടർ ബോട്ട് ഇടണം. ഷോർട്ട് നെയിം ഓട്ടോ ഫിൽട്ടർ ബോട്ട്. URL നമുക്ക് ഈ URL കൊടുക്കാം. ഇത് നമ്മൾ പ്ലാറ്റ്ഫോം എന്തുവേണമെങ്കിലും കൊടുക്കാം. ക്രിയേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ നമ്മൾ API ഐഡിയും അതിൻ്റെ API ഹാഷും ഇവിടെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ അത് ആദ്യം എന്ത് ചെയ്യാം, കോപ്പി ചെയ്യുക. അത് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ കണ്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് API ഐഡിൻ്റെ ഇവിടെ ഈ രണ്ട് കോമൺ അപ്പോസ്ട്രോഫിൻ്റെ ഇടയിൽ വന്നിട്ട് ആ API ഐഡി ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതുപോലെ API ഹാഷ് കോപ്പി ചെയ്യുക. API ഹാഷിൻ്റെ ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ടാബിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ കസ്റ്റമൈസ് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്മിൻസാണ്. അഡ്മിൻസിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിൻസ് ID ആണ് വേണ്ടത്. ഇവിടെ ആണ് കൊടുക്കേണ്ടത്. അതിനായിട്ട് അഡ്മിൻസിൻ്റെ ID കിട്ടാൻ വേണ്ടിയിട്ട് ടെലിഗ്രാമിലൊരു ബോട്ട് പരിചയപ്പെടുത്തി തരാം. ID ബോട്ട്, അതായത് യൂസർ നെയിം ടു ID ബോട്ട്. ആ ബോട്ട് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് യൂസർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് യൂസർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സേവ്ഡ് മെസ്സേജിൻ്റെ യൂസർ നമ്മളെ സ്വന്തം യൂസറിനെ കാണിക്കും. സേവ്ഡ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂസർ ID ഇതാണ് നമ്മളെ യൂസർ ID. ഇത് കോപ്പി ചെയ്യുക, ഗിറ്റ്ഹബ് പേജിലേക്ക് തന്നെ വരിക. അവിടെ നമ്മൾ അഡ്മിൻസിൻ്റെ കോളത്തിൽ ഇവിടെ പേസ്റ്റ് ചെയ്യുക. മൾട്ടിപ്പിൾ അഡ്മിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒറ്റ സ്പേസ് കൊടുക്കുക, അവിടെ പേസ്റ്റ് ചെയ്യുക. മൾട്ടിപ്പിൾ അഡ്മിൻസ് ഉണ്ടെങ്കിൽ, ഞാൻ മൾട്ടിപ്പിൾ അഡ്മിൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റൊന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ. അടുത്തതായിട്ട് ലോഗ് ചാനലിൻ്റെ ID ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലോഗ് ചാനലിൻ്റെ ID ലോഗ് ചാനലിൻ്റെ ID കോപ്പി ചെയ്യുക. ലോഗ് ചാനലിൽ ഒന്ന് പേസ്റ്റ് ചെയ്യാം. അതുപോലെ മൂവിങ് ചാനലിൻ്റെ, അതായത് നമ്മുടെ ഡാറ്റാബേസ് ചാനലിൻ്റെ അപ്ലോഡ് ഫയൽ ഇത് വായിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാവും. ദിസ് ഈസ് ചാനൽ വെയർ ദി അപ്ലോഡ് ഫയൽ ദെൻ ബോട്ട് ഓട്ടോമാറ്റിക്കലി സേവ് ഇൻ ഡാറ്റാബേസിൽ ഓട്ടോമാറ്റിക് സേവ് ആകും. നമ്മൾ ആ ഡാറ്റാബേസ് ചാനലിൻ്റെ ID ഇവിടെ കൊടുക്കുക. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് അടുത്തായിട്ട് ഓത്ത് ചാനലിൻ്റെ ID എടുക്കാൻ വേണ്ടിയിട്ട് അതും അതുപോലെ നമ്മൾ കോപ്പി ചെയ്യുക. എല്ലാം അങ്ങനെ ചെയ്യുക. ഓത്ത് ചാനൽ പിന്നെ ഇൻഡെക്സ് ചാനൽ സെയിമസ് ലോഗ് ചാനൽ തന്നെ ആയിരിക്കും. പിന്നെ അതുപോലെ സപ്പോർട്ട് ചാറ്റായിട്ട് ഇപ്പോൾ നമുക്ക് ബോട്ടിനെ പറ്റിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചാറ്റായിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ആ ഗ്രൂപ്പിൻ്റെ ID കൊടുക്കുക സപ്പോർട്ട് ചാറ്റായിട്ട്. ഞാനിവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ എല്ലാ IDസും നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് എല്ലാ ID കൊടുക്കുക.
നമ്മളെല്ലാം കൊടുത്തു കഴിഞ്ഞ് എല്ലാ ചാനലും ഗ്രൂപ്പൊക്കെ എല്ലാം സെറ്റാക്കി. അതിന് ശേഷം ഇനി നമുക്ക് MongoDB ആണ് റെഡിയാക്കാനുള്ളത്. ഡാറ്റാബേസ് MongoDBൻ്റെ URIയും നെയിമും കൊടുക്കണം. പിന്നീട് നമ്മൾ പുതിയ ടാബ് ഓപ്പൺ ചെയ്യാം. MongoDB എന്ന് സെർച്ച് ചെയ്യാം. ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റിൻ്റെ എടുക്കുക. ട്രൈ അറ്റ്ലസ് ഫ്രീ, ട്രൈ ഫോർ ഫ്രീ സെലക്ട് ചെയ്യുക. സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ കൊടുക്കുക. പ്രൈവസി പോളിസി ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെൽക്കം ചെയ്യാന്ന്. അതുകൊണ്ട് വാട്ട് ഈസ് യുവർ പ്രൈമറി ഗോൾ സെലക്ട് ചെയ്തിട്ട് ലേൺ MongoDB എന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ട് കൊടുക്കുക. ബിൽഡബിൾ ടൈനായിട്ട് MongoDB കൊടുക്കുക. സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണോ അല്ലെങ്കിൽ ഐ ഹാവ് നെവർ ഡെവലപ്ഡ് ഫസ്റ്റ് കൊടുക്കുക. പിന്നെ നമ്മൾ ഇവിടെ പൈത്തൺ കൊടുക്കുക. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പൈത്തൺ കൊടുക്കുക. പിന്നെ നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ അതർ കൊടുക്കുക. സ്പെസിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. ഓപ്ഷനിലാണ് ആപ്ലിക്കേഷൻ എന്തിനാണ് ആപ്ലിക്കേഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. ഇങ്ങനൊരു പേജ് വരും. അവിടെ നമ്മുടെ പ്ലാൻ സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീ പ്ലാൻ സെലക്ട് ചെയ്യുക. ഫ്രീ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഗോ ടു അഡ്വാൻസ് കോൺഫിഗറേഷനിൽ കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിൽ ഈ ന്യൂ ക്ലസ്റ്ററിൽ ഫ്രീ കൊടുക്കുക. താഴേക്ക് വരിക, ക്രിയേറ്റ് യൂസർ കൊടുക്കുക, ക്രിയേറ്റ് ക്ലസ്റ്റർ കൊടുക്കുക. ഇപ്പോൾ പാസ്വേഡ് യൂസറിനും പാസ്വേഡ് വരും. ഈ പാസ്വേഡ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് യൂസർ കൊടുക്കുക. കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ IP അഡ്രസ്സിൻ്റെ സെക്ഷൻ വരും. അവിടെ IP അഡ്രസ്സ് 0.0. തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. ഫിനിഷ് ആൻഡ് ക്ലോസ് കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ വരും. അതിനുശേഷം എന്ത് ചെയ്യുക, കണക്റ്റ് ക്ലിക്ക് ചെയ്യുക. ചൂസ് കണക്ഷൻ മെത്തേഡ് വെച്ചാൽ അതിൽ കണക്ട് ഒരു ആപ്ലിക്കേഷൻ ഡ്രൈവേഴ്സ് കൊടുക്കുക. പൈത്തണൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള പാസ്വേഡ് എന്ത് ചെയ്യണം, സേവ് ചെയ്ത് വെക്കണം. നേരത്തെ പാസ്വേഡ് ഉണ്ടായിരുന്നു ക്ലസ്റ്ററിൻ്റെ. എന്നിട്ട് ഇതാണ് നമ്മളെ URL. ഇത് കോപ്പി ചെയ്യുക. നേരത്തെ വന്നിട്ടുള്ള നമ്മൾ ഗിറ്റ്ഹബ് പേജിലേക്ക് വന്നിട്ട് അവിടെ ഡാറ്റാബേസ് URLൻ്റെ അവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള പാസ്വേഡ് കോപ്പി ചെയ്യുക. ഇവിടെ പാസ്വേഡിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഈ ഒരു ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഈക്വൽ ടു ആ സൈനിൻ്റെ അവിടെ കൊണ്ടത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഡാറ്റാബേസിൻ്റെ നെയിം വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഡിഫോൾട്ടായിട്ട് നിന്നോട്ടെ. അപ്പോൾ അതുപോലെ നമ്മളെ ഗ്രൂപ്പിൻ്റെ ലിങ്ക്, അതായത് നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക.
പിന്നെ ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ സ്പെല്ലിങ് ചെക്ക് ചെയ്യണോ, PM സെർച്ച്, ബട്ടൺ മോഡ് വേണോ, അതൊക്കെ ചെയ്യാം. ബേസിക്കായിട്ട് അത്രേ ഉള്ളൂ. അല്ലാതെ കുറേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറേ കോൺഫിഗർ ചെയ്യാം. കമ്മിറ്റ് ചേഞ്ച് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കോയബിലാണ് നമ്മളിത് ഡിപ്ലോയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതിനായിട്ട് സൈനപ്പ് കൊടുക്കാം. സൈനപ്പ് വിത്ത് ഇമെയിൽ കൊടുക്കാം. പേര് കൊടുക്കുക, ഇമെയിൽ കൊടുക്കുക, പാസ്വേഡ്, വെരിഫിക്കേഷൻ മെയിലിലേക്ക് വെരിഫിക്കേഷൻ പോയിട്ടുണ്ടാവും. മെയിൽ ഓപ്പൺ ചെയ്യുക. വെരിഫൈ ഇമെയിൽ അഡ്രസ് വെരിഫൈ ആയി. റോൾ അതർ കൊടുക്കുക. പിന്നെ പ്ലാൻ എന്തിനാ ടെലിഗ്രാം ബോട്ട് ഉണ്ടാക്കാനാണ്. പിന്നെ ലാംഗ്വേജ് പൈത്തൺ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഇതിൽ ഇങ്ങനെ ഇൻ്റർഫേസ് വരുമല്ലോ. ഓവർവ്യൂവിലായിരിക്കും ഉണ്ടാവുക. ഓവർവ്യൂവിൽ വെബ് സർവീസിൽ നമ്മൾ ഗിറ്റ് ഹബ് അക്കൗണ്ട് ആദ്യം ലിങ്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഗിറ്റ് ഹബ് ഇൻസ്റ്റാൾ ചെയ്യണം കോയബിൽ. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മൾ ഗിറ്റ് ഹബും കോയബും കൂടി ലിങ്ക് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യാം, ഒന്നുകിൽ നമുക്ക് നമ്മളെ ഗിറ്റ് ഹബ് അക്കൗണ്ടിൽ എല്ലാ റെപ്പോസിറ്ററീസും കോയബിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഓൺലി സെലക്റ്റഡ് ആയിട്ടുള്ള റെപ്പോസിറ്ററി എടുക്കാം. ഇൻസ്റ്റാൾ ആൻഡ് ഓതറൈസ് കൊടുക്കാം. പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് കൊടുക്കുക, കൺഫേം കൊടുക്കുക. നമുക്ക് ഈ ഒരു ബോട്ടാണ് വേണ്ടത്, അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഫ്രീ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം വേരിയബിൾസിൽ എടുക്കുക. പേര് നമ്മൾ നേരത്തെ ഇവിടെ ബോട്ടിൻ്റെ പേര് കൊടുത്തിട്ടില്ലായിരുന്നു, ബോട്ട് ടോക്കൺ കൊടുത്തില്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ പ്രൈവറ്റ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ബോട്ട് ടോക്കൺ അവിടെ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. വാല്യൂ നമ്മളെ ബോട്ട് ടോക്കണിൻ്റെ വാല്യൂ, അതായത് ബോട്ട് ടോക്കൺ കോപ്പി ചെയ്യുക, വാല്യൂ ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഒരു ബിൽഡ് ബാക്ക് സെലക്ട് ചെയ്യുക, ഡോക്കർ ഫയൽ സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ പോർട്ട് 80 ആക്കുക, ഡിപ്ലോയ് കൊടുക്കുക. ആക്ടിവിറ്റീസ് അവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഫോട്ടോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ലോഗ് ഗ്രൂപ്പിൽ മെസ്സേജ് വരും. അപ്പോൾ ഇവിടെ ഡിപ്ലോയ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള വെബ് സർവീസ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ലോഗ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്, ബോട്ട് സ്റ്റാർട്ടഡ് പറഞ്ഞിട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ മൂവി ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൂവി ഗ്രൂപ്പിലേക്ക് വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും മൂവി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ചിങ് ഫോർ മൂവി, ഐ എം ട്രൈങ് ടു ഫൈൻഡ് ലൂസിഫറിന് ചോദിക്കുന്നുണ്ട്. മൂവി നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കണം, അതായത് നമ്മൾ ഓൾറെഡി ചാനൽ അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു മൂവി നമുക്ക് ബോട്ടിൻ്റെ ചാനലിലേക്ക് ഇട്ട് കൊടുക്കാം. ഡാറ്റാബേസിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം, ഈ അക്കൗണ്ടിലേക്ക് തന്നെ തമ്പി. ഓക്കെ, മൂവി ഗ്രൂപ്പിൽ പോയിട്ട്
ഇതാ. ഫയൽ കിട്ടി. ഇത്രേ ഉള്ളൂ.